നമസ്കാരം. വിപഞ്ചികയുടെ ആത്മഹത്യയിലെ വസ്തുത പുറത്തെത്തിച്ചത് ആ സോഷ്യൽ മീഡിയ കുറിപ്പ്. വിപഞ്ചികയുടെ മരണശേഷം സമൂഹ മാധ്യമത്തിൽ കണ്ട ആത്മഹത്യാക്കുറിപ്പിലൂടെയാണ് പീഡന വിവരങ്ങൾ എല്ലാവരും അറിയുന്നത്. വിപഞ്ചികയുടെ മരണശേഷം ഫോൺ കൈക്കലാക്കിയ നിതീഷും നീതുവും ചേർന്ന് പോസ്റ്റ് മായ്ച്ചു കളഞ്ഞു. അതിനു മുൻപ് തന്നെ വിപഞ്ചികയുടെ സുഹൃത്തുക്കളും സഹോദരൻ വിനോദിന്റെ ഭാര്യ സഹോദരിയും കുറിപ്പ് ഡൗൺലോഡ് ചെയ്തു. ഇതാണ് ഈ വിഷയത്തിൽ നിർണായകമായത്. വിപഞ്ചികയുടെയും മകൾ വൈഫൈവിയുടെയും മൃതദേഹങ്ങൾ 17 നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. ഷാർജ അൽനഹ്ദയിൽ അമ്മയും കുഞ്ഞും ജീവനൊടുക്കിയ സംഭവത്തിൽ 1.5 വയസ്സുകാരി വൈഫൈവിയെ കഴുത്തുഞെരിച്ച് കൊന്ന ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ മാതാവ് വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ചൊവ്വാഴ്ചയാണ് വിപഞ്ചികയെയും മകൾ വൈഫൈവിയെയും ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് ഇതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇതിന് കാരണം ആ ഫേസ്ബുക്ക് കുറിപ്പാണ്. ഈ സാഹചര്യത്തിൽ കൊലപാതക സാധ്യത ആരും കാണുന്നില്ല. കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിപഞ്ചിക മണിയൻ, 1.5 വയസ്സുള്ള മകൾ വൈഫവി എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഊഞ്ഞാലിന്റെ കയറിൽ മകളെ കൊലപ്പെടുത്തി തൂക്കിയ ശേഷം വിപഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിപഞ്ചിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട്. വിവാഹം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞു, കാർ നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു. ഗർഭിണിയായി ഇരുന്നപ്പോൾ പോലും പീഡനം ഏൽക്കേണ്ടി വന്നു. കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും മുടി മുറിക്കുകയും ചെയ്തു. നിതീഷും നീതുവും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നുവെന്ന് അതിൽ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് കുണ്ടറ പോലീസിന് പരാതി നൽകിയത്. ഇതോടെ കേസെടുത്തു. അതുകൊണ്ട് തന്നെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുമ്പോൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തും. കാനഡയിലുള്ള സഹോദരൻ വിനോദ് അടുത്ത ദിവസം തന്നെ ഷാർജയിലേക്ക് തിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അവധിയായിരുന്നതിനാൽ ഔദ്യോഗിക നടപടികൾ താമസം നേരിടുന്നുണ്ട്. എത്രയും വേഗം മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിന് ശ്രമിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. സംസ്കാരം മാതൃ സഹോദരന്റെ വീടായ കേരളപുരം പട്ടാണിമുട്ട് സൗപർണികയിൽ നടത്തും. വിപഞ്ചികയുടെ അച്ഛൻ മണിയൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് അകന്നാണ് കഴിയുന്നത്. മാതാവ് ശൈലജയാണ് വിപഞ്ചികയെയും സഹോദരൻ വിനോദിനെയും വളർത്തിയത്. വിപഞ്ചികയെ MBA വരെയും വിനോദിനെ എഞ്ചിനീയറിംഗും പഠിപ്പിച്ചു. വിപഞ്ചികയ്ക്ക് ഷാർജയിലും വിനോദിന് കാനഡയിലുമാണ് ജോലി. ക്യാൻസർ രോഗബാധിതയായ ശൈലജയുടെ ചികിത്സയ്ക്കിടയിലാണ് ദുരന്ത വാർത്ത എത്തിയത്.